ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിന്ന് ഒരു പരിപ്പ് പായസം തയ്യാറാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കപ്പ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അല്പം നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 240 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ഗോൾഡൻ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു വിസിലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളൂ. ഇനി 450 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. വെന്ത പരിപ്പ് നമുക്ക് ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനിയും. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി തിക്കാക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് 2.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലാണെങ്കിലും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെയാണ് ചേർക്കുന്നത്, അധികം വെള്ളമില്ലാത്ത പാൽ. അത് ഇനി ഈ പാലും ഒന്ന് നല്ലപോലെ കുറുകി കിട്ടണം. ഈ പാലും എല്ലാം ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് അല്പം ചുക്ക്, നല്ല ജീരകം, ഏലക്കായും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ പരിപ്പ് പായസം തയ്യാറായി.